ഹലോ, ലൈഫ് കോച്ച് തന്നെയാണ് നിങ്ങളുടെ കൂടെ. വെൽക്കം ബാക്ക് ടു റമദാൻ റെവല്യൂഷൻ. സോറി, വീഡിയോ വൈകിയതിന് കുറച്ച് സിക്കായിരുന്നു കുറച്ച് ദിവസം, അതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ. വിഷ്വലൈസേഷൻ ടെക്നിക് ലാസ്റ്റ് വരെ കാണാൻ ഒരിക്കലും മറന്നു പോകരുത്. കാരണം വീഡിയോയുടെ അവസാനം ഞാൻ എന്തുകൊണ്ട് വിഷ്വലൈസേഷൻ നടക്കുന്നില്ല എന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഒന്ന്, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് അത് നമ്മളിൽ വന്നു ചേരുന്നതായി സ്വപ്നം കാണുന്നവർ. രണ്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറൈസേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർ. എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1, എന്താണ് കാണേണ്ടത്, എന്താണ് ആഗ്രഹം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു അറിവ് വേണം. സ്റ്റെപ്പ് 2, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ സമാധാനത്തിൽ പോയിരിക്കണം. സ്റ്റെപ്പ് 3, ദൈവം ഉദ്ദേശിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം എന്നിൽ വന്നു ചേരും എന്ന ഉറച്ച വിശ്വാസം നമ്മൾക്ക് തന്നെ വേണം. സ്റ്റെപ്പ് 4, എന്നിട്ട് എന്താണ് ആഗ്രഹമുള്ളത് എന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കുക. സപ്പോസ് നിങ്ങൾ ഒരു തീർത്ഥാടനം പോവാണ്, ഉംറക്ക് പോവാണെന്ന് ചിന്തിക്കൂ. അവിടെ എത്തുമ്പോൾ പറയാനുള്ള പ്രാർത്ഥന മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുക. അത് പറയണമെന്നെനിക്ക് പറയാ. ഖഅബ കാണുന്നത്, അത് തൊടുന്നത്, അവിടുത്തെ സുഗന്ധം, അവിടെ എത്തുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇടുന്ന വസ്ത്രം, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, പരിശുദ്ധമായ സംസം വെള്ളം കുടിക്കുന്നത് ഫീൽ ചെയ്യുക. നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ അത് കാണേണ്ടത്. സ്റ്റെപ്പ് 5, കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകൾ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം. ഇനി ഇത് കുറെ കൂടി മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉംറ ചെയ്യുന്നതിൻ്റെ ആയിക്കോട്ടെ. ഇന്ന് ഞാൻ എൻ്റെ ഉംറ എന്ന സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ്. ഒരു വർഷമായി ഞാൻ അതിനുള്ള പണം സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. സൗദി എയർലൈൻസിലാണ് ഞാനും എൻ്റെ ഭർത്താവും കുട്ടിയും കൂടി പോയത്. മക്കത്ത് കഅബയുടെ തൊട്ടടുത്താണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നീയത്ത് വെക്കാനുള്ള അനൗൺസ്മെന്റ് തരുമെന്ന് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എന്നോട് അറിയിച്ചിരുന്നു. ഇതുപോലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതുക, എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ടുകൊണ്ട്. നിങ്ങളൊരു സ്വപ്ന ഭവനം കെട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാണ്. ഇന്ന് എൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച ദിവസമാണ്. അവിടെ എന്നെ കാര്യം ഉണ്ടായിരുന്നു, ആ മുറിയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന മുറി ഈ കളറായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിനോട് ചേർന്ന് നിൽക്കും വിധം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന രീതിയിൽ അത് എഴുതി വെക്കാം. ഇത് വേണേ ഫോൺ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം വിഷ്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെത്തേഡ്സ് ആണ്. ഇനി വിഷ്വലൈസേഷൻ ടെക്നിക്കിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇന്റൻഷൻ ആൻഡ് ഫോക്കസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നമ്മുടെ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആയി നിൽക്കാനും ഇത് വളരെ ഉപകാരപ്പെടും. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒരു കുഞ്ഞി പ്രാർത്ഥന പറയാം. റബ്ബി അഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഅദ്നി വഅഫിനി വഅഫനി. നമ്മൾ ദൈവത്തിനോട് പറയാണ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടിയിട്ടും എന്നോട് കരുണ ചെയ്യാനും എന്നെ സ്ട്രെങ്തൻ ചെയ്യാനും എൻ്റെ തെറ്റുകളെല്ലാം പുറത്തു തരാനും എന്നെ എലിവേറ്റ് ചെയ്യാനും എനിക്ക് നല്ല സമ്പാദ്യം തരാനും ശരിയായ പാതയിൽ എന്നെ ആക്കി തരാൻ വേണ്ടിയിട്ടും എനിക്ക് നല്ല ആരോഗ്യം തരാനും എൻ്റെ എല്ലാ തെറ്റുകളും മായ്ച്ചു കളയാനും എല്ലാമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ കാണുന്നതും നമ്മളെ തെറ്റുകളെല്ലാം പുറത്ത് നമ്മളൊരു പുതിയ വ്യക്തി മാറുന്ന ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ. നമ്മുടെ ഹൃദയത്തിന് കുളിർമ കിട്ടുന്നതും മനസ്സിനും ശരീരത്തിനും സുഖം വരുന്നതും നല്ല സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും അതുമായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കി. ഇതിലും കൂടുതൽ നമ്മൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേറെ എന്താണ് വേണ്ടത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലെ തന്നെ നമ്മളെ ഗോളുമായിട്ട് അലൈൻ ചെയ്തിരിക്കുക അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഭൂമിയിലുള്ളതായിക്കോട്ടെ പരലോകത്തുള്ളതായിക്കോട്ടെ, രണ്ടായാലും നമ്മുടെ ലക്ഷ്യത്തിനോട് ചേർന്ന് നിൽക്കുക അത് വളരെയധികം നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മെന്റൽ വെൽനെസ്, എപ്പോഴും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. ദൈവം നമ്മളെ കൈവിടില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ചെയ്യും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കാൻ ഇത് നമ്മളധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കലും ഇതൊരു മാജിക് അല്ല കേട്ടോ. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. ഒരിക്കലും ഇത് 100% വർക്ക് ആവും എന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. നല്ലോണം പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. റിസൾട്ട് റെസ്റ്റ് വിത്ത് ഗോഡ്.
ഇനി കുറേ പേര് പറയും എന്നൊരു കംപ്ലൈന്റ് ആണ്, എനിക്ക് വിഷ്വലൈസേഷൻ ഒട്ടും വർക്കാവുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും വർക്ക് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ചില കാരണങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും, പിന്നെയും പുതിയ വീഡിയോ ചെയ്യാനും മറ്റൊക്കെ. അപ്പം മറക്കരുതേ. ഒന്ന്, പ്രാക്ടിക്കൽ സ്റ്റെപ്സോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസോ എടുക്കാത്തതാവാം. ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു, പക്ഷെ പണം സേവ് ചെയ്യുന്നില്ല, തുടങ്ങിയിട്ടേ ഇല്ല. ഇനി കൂടുതൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട്, വേഗമായിട്ടുള്ള ഇമേജിനറി, ബ്രോഡ് ഗോൾസും വേഗമായിട്ടുള്ള ഇമേജും. അതായത് ഒരു ഉദാഹരണം പറയുമെങ്കിൽ ബി സക്സസ്ഫുൾ, ബി ഫിറ്റ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലച്ചോറിന് കുറച്ച് പണിയുള്ള കാര്യമായിരിക്കും. ആൾക്കതൊന്നും മനസ്സിലാവില്ല. ആൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വേണം. ആശാനിപ്പോൾ സപ്പോസ് നമ്മൾ തടി ഉറക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇന്ന ഫുഡ് കഴിക്കുന്നു, ഞാൻ വ്യായാമം ചെയ്യാൻ പോകുന്നു, ഉച്ചയ്ക്ക് എന്ന ഭക്ഷണമാണ് എടുക്കാൻ പോകുന്നത്, വെയിങ് സ്കെയിലിൽ നമ്മൾ വെയിറ്റ് കാണുന്നു, അത് കുറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെ പല ഡീറ്റെയിൽസ് ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുള്ളൂ. അടുത്തത് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ, ഫീലിംഗ് ഫിയർ ഓർ ഗിൽട്ട്. അങ്ങനത്തെ ഒരു ഇമോഷനാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളെ തലച്ചോറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മിക്സഡ് സിഗ്നൽ ആയിട്ടായിരിക്കും പോവുക. അത് ആൾക്ക് മനസ്സിലാവില്ല. ഏറ്റവും മാക്സിമം മൈൻഡ് പീസ്ഫുൾ ആക്കി ഇരിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ നിർത്താനും ശ്രദ്ധിക്കണം. 4, മാജിക്കൽ തിങ്കിങ്, മാനിഫെസ്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മാജിക്കായിട്ട് ഇതെല്ലാം ജീവിതത്തിലേക്ക് വരും എന്നുള്ള മൂഢചിന്ത, അത് തെറ്റാണ്. അടുത്തത് ഫോക്കസിങ് ഓൺ ലാക്ക്, നമുക്ക് എന്താണോ കുറവുള്ള കഴിഞ്ഞാൽ അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് വരാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കും. അടുത്ത് ഡൗട്ട് ആൻഡ് ഇംപേഷ്യൻ, ഉള്ളിലൊരു സംശയം തോന്നാണ്, ഇതൊക്കെ നടക്കുമോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കടലിന്റെ ആഴങ്ങളിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരാളുടെ സ്വപ്നമാണ് ഒരാളെ കൊണ്ട് സബ്മറൈൻ ഉണ്ടാക്കിച്ചത്. ആകാശത്തിലൂടെ പറക്കാനുള്ള ഒരാളുടെ മോഹമാണ് എയറോപ്ലെയിൻ ഉണ്ടാക്കിച്ചത്. ഭൂമിയും താണ്ടി പോകാനുള്ള ഒരാളുടെ വിഷ്വലൈസേഷന്റെ പവറാണ് മറ്റ് ഗ്രഹങ്ങളിൽ വരെ നമ്മൾ എത്തിച്ചത്. സോ ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. സോ എല്ലാവരും വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. കാരണം ഇനി റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. റമദാനിൽ ഇത് ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്യുവർ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. നമ്മളെ ടൈമും വളരെ നല്ലതാണ്, നമ്മുടെ ശരീരവും വളരെ നല്ലതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് നന്നാവുന്നത് തീരെ ശരിയില്ല. അപ്പോൾ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി കാണിപ്പിച്ച് അവരെ കൊണ്ട് കൂടി ഇത് ട്രൈ ചെയ്യിപ്പിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അണ്ടിൽ ദെൻ ബൈ.